ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സേവിക സംഘം കലാമത്സരം ബൈബിൾ ക്വിസ് മോഡൽ ചോദ്യങ്ങൾ 2025-2026. എന്ത് വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും തിരിയരുത് എന്നാണ് യഹോവ യോശുവയോട് പറഞ്ഞത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് വിട്ട്. ആരാണ് ഇസ്രായേൽ മക്കൾക്ക് മുൻപായി യോർദാനിലേക്ക് കടക്കുന്നത്? സർവഭൂമിക്കും നാഥനായവന്റെ നിയമ പെട്ടകം. യോശുവ 3:11. ഇസ്രായേൽ മക്കൾക്ക് മുൻപായി യുദ്ധസന്നദ്ധരായി യോർദാൻ കടന്നവർ ആരെല്ലാം? രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രവും. യോശുവ 4:12. ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങിയ ശേഷം എവിടെ വെച്ച് പെസഹ കഴിച്ചു? യെരിഹോ സമഭൂമിയിൽ വെച്ച്. യോശുവ 5:10. 7 പുരോഹിതന്മാർ എന്തു പിടിച്ചുകൊണ്ടാണ് പെട്ടകത്തിന് മുമ്പിൽ നടക്കേണ്ടത്? ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട്. യോശുവ 6:4. ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യാനായി എന്തുണ്ടാക്കാനാണ് യഹോവ യോശുവയോട് കൽപ്പിച്ചത്? തീക്കല്ല് കൊണ്ട് കത്തി. യോശുവ 5:3. ആഖാനെ കല്ലെറിഞ്ഞ സ്ഥലത്തിന് ഇന്ന് വരെ എന്ത് പേർ പറഞ്ഞു വരുന്നു? ആഖോർ താഴ്വര. യോശുവ 7:26. ഗിബെയോൻ നിവാസികൾ ഇസ്രായേല്യരോട് എന്ത് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്? ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം എന്നു പറഞ്ഞു. യോശുവ 9:6. യോശുവ ചുട്ടുകളയാതിരുന്ന പട്ടണങ്ങൾ ഏവ? കുന്നുകളിലെ പട്ടണങ്ങൾ. യോശുവ 11:13. യോർദാൻ അക്കരെ കിഴക്ക് ഇസ്രായേൽ മക്കൾ ഏതെല്ലാം സ്ഥലങ്ങൾ കൈവശമാക്കി? അർന്നോൻ താഴ്വര മുതൽ ഹെർമോൻ പർവ്വതം വരെയുള്ള രാജ്യവും കിഴക്കേ അരാബ മുഴുവനും. അനാക്യർ ശേഷിച്ചിരുന്ന ദേശങ്ങൾ ഏവ? ഗസ്സയിലും ഗത്തിലും അസ്തോദിലും. യോശുവ 11:22. സീഹോന്റെ പ്രഭുക്കന്മാരായി ദേശത്ത് പാർത്തിരുന്ന ഏതെല്ലാം മിദ്യാന പ്രഭുക്കന്മാരെയാണ് മോശ സംഹരിച്ചത്? ഏവി, രക്കം, സൂർ, ഹൂർ, രേബ. യോശുവ 13:21. യോശുവ കാലേബിന് ഓഹരിയായിട്ട് കൊടുത്ത സ്ഥലമേത്? ഹെബ്രോൻ മല. യോശുവ 15:13. ശിമെയോൻ ഗോത്രത്തിന്റെ അവകാശം ഏത് ഗോത്രത്തിന്റെ അവകാശത്തിന്റെ ഇടയിലായിരുന്നു? യഹൂദ മക്കളുടെ. യോശുവ 19:1. നൂന്റെ മകനായ യോശുവയ്ക്ക് അവകാശം നൽകിയതെപ്പോൾ? ദേശത്തെ അതിർ തിരിച്ച് കഴിഞ്ഞ ശേഷം. യോശുവ 19:51. യോർദാൻ പ്രദേശങ്ങളിൽ 2.5 ഗോത്രങ്ങൾ പണിത യാഗപീഠത്തിന് അവർ എന്ത് പേരിട്ടു? ഏത്? യോശുവ 20:34. യഹോവയെ സേവിക്കുന്നത് സംബന്ധിച്ച് യോശുവ നടത്തിയ പ്രഖ്യാപനം എന്തായിരുന്നു? ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ 24:15. ഓർമ്മ എന്ന് പേരിട്ട പട്ടണം ഏത്? സെഫാത്ത്. ന്യായാധിപന്മാർ 1:17. യഹോവയുടെ ദൂതൻ എവിടെ നിന്നാണ് ബോഖീമിലേക്ക് വന്നത്? ഗിൽഗാലിൽ നിന്ന്. ന്യായാധിപന്മാർ 2:1. ഏത് രാജാവിനെയാണ് യഹോവ ഒത്നിയേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്?
മെസൊപ്പൊത്താമിയയിലെ രാജാവായ കൂശൻ രിഷാഥായിമിനെ. ന്യായാധിപന്മാർ 3:10. ഇസ്രയേലിൽ ന്യായപാലനം ചെയ്ത പ്രവാചകി ആര്? ലെപ്പീദോത്തിന്റെ ഭാര്യയായ ദെബോര. ന്യായാധിപന്മാർ 4:10. സിസേര തണ്ണീർ ചോദിച്ചപ്പോൾ പാൽ കൊടുത്തതാര്? കേന്യനാം ഹേബരിൻ ഭാര്യയാം യായേൽ. ന്യായാധിപന്മാർ 5:24-25. യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്രിയനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നപ്പോൾ ഗിദെയോൻ എന്തു ചെയ്യുകയായിരുന്നു? കോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. ഗിദെയോൻ 300 പേരെ 3 കൂട്ടമായി വിഭാഗിച്ച് ഓരോരുത്തന്റെ കയ്യിൽ എന്തെല്ലാം കൊടുത്തു? ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്തു. ന്യായാധിപന്മാർ 8:16. നിന്റെ സൈന്യത്തിന് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേഹബിന്റെയും സൽമുന്നയുടെയും കൈകൾ നിന്റെ കഷത്തിലാകുന്നുവോ എന്ന് ഗിദെയോനോട് ചോദിച്ചതാര്? സുക്കോത്തിലെ പ്രഭുക്കന്മാർ. ന്യായാധിപന്മാർ 8:6. ശേഖേമിലെ സകല പൗരന്മാരും മില്ലോഗ്രഹമൊക്കെയും ഒരുമിച്ച് കൂടിച്ചെന്ന് അബിമേലെക്കിനെ രാജാവാക്കിയത് എവിടെ വെച്ച്? ശേഖേമിലെ ജ്ഞാപക സ്തംഭത്തിനരികെയുള്ള കരുവേലകത്തിങ്കൽ വെച്ച്. 30 കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന 30 പുത്രന്മാർ ഉണ്ടായിരുന്നതാർക്ക്? ഗിലെയാദ്യനായ യായീറിന്. ന്യായാധിപന്മാർ 10:3. സിപ്പോലിന്റെ മകനായ മോവാബ് രാജാവ് ആര്? ബാലാക്ക്. ന്യായാധിപന്മാർ 11:25. ശിബ്ബോലെത്തെന്ന് ശരിയായി ഉച്ചരിപ്പാൻ കഴിയായക കൊണ്ട് സിബ്ബോലെത്ത് എന്ന് പറയുന്ന എത്ര എഫ്രൈമ്യരെയാണ് യോർദാന്റെ കടവുകളിൽ വെച്ച് കൊന്നത്? 40,000 പേരെ. ന്യായാധിപന്മാർ 12:6. ദൈവദൂതന്റെ ആകൃതിയെപ്പറ്റി മനോഹയുടെ ഭാര്യ മനോഹയോട് പറഞ്ഞതെന്ത്? ഒരു ദൈവദൂതന്റെ ആകൃതി പോലെ അതിഭയങ്കരം. ന്യായാധിപന്മാർ 13:6. സിംഹത്തിന്റെ ഉടൽ നോക്കുവാൻ മാറിച്ചെന്നപ്പോൾ ഉടലിനകത്ത് ശിംശോൻ കണ്ടതെന്ത്? ഒരു തേനീച്ച കൂട്ടവും തേനും കണ്ടു. ന്യായാധിപന്മാർ 14:8. സോരക് താഴ്വരയിൽ ശിംശോൻ സ്നേഹിച്ച സ്ത്രീയുടെ പേരെന്തായിരുന്നു? ദലീല. ന്യായാധിപന്മാർ 16:3. 1100 വെള്ളിപ്പണം ഇതാ എന്റെ പക്കലുണ്ട്, ഞാനാകുന്നു അത് എടുത്തത് എന്ന് മീഖാവ് പറഞ്ഞപ്പോൾ അവന്റെ അമ്മ പറഞ്ഞതെന്ത്? എന്റെ മകനെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് അവന്റെ അമ്മ പറഞ്ഞു. ന്യായാധിപന്മാർ 17:2. തങ്ങൾക്ക് കുടിപാർപ്പാൻ ഒരു അവകാശം അന്വേഷിച്ചത് ആരായിരുന്നു? ദാൻ ഗോത്രക്കാർ. ന്യായാധിപന്മാർ 18:2. ഇസ്രയേലിൽ രാജാവില്ലാത്ത ആ കാലത്ത് എഫ്രൈം മലനാട്ടിൽ ഉൾപ്രദേശത്ത് വന്നു പാർത്തിരുന്നത് ആരാണ്? ഒരു ലേവ്യൻ. ന്യായാധിപന്മാർ 19:1. ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളുമായ സർവ്വജനത്തിന്റെയും പ്രധാനികളും ആയുധപാണികളായ എത്ര കാലാളും മിസ്പയിൽ ദൈവത്തിന്റെ ജനസംഘത്തിൽ വന്നു നിന്നു? 4,00,000 കാലാളും. ന്യായാധിപന്മാർ 20:2. ശീലോവിൽ ആണ്ടുതോറും യഹോവയുടെ ഉത്സവം ഉള്ളതെവിടെ? ബേഥേലിന് വടക്കും ബേഥേലിൽ നിന്ന് ശേഖേമിലേക്ക് പോകുന്ന പെരുവഴിക്ക് കിഴക്കും ലെബാനയ്ക്ക് തെക്കും. സുവിശേഷത്തിൽ എന്ത് വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു? ദൈവത്തിന്റെ നീതി. റോമർ 1:16. ദൈവത്തിന്റെ ദയ ഒരുവനെ എന്തിലേക്ക് നടത്തുന്നു?
മാനസാന്തരത്തിലേക്ക്. റോമർ 2:2. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് എന്ത് നീതി ലഭിക്കും? അവന്റെ വിശ്വാസം നീതിയായി കണക്കാക്കപ്പെടുന്നു. റോമർ 4:5. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക് ആര് മൂലം ദൈവത്തോടെ സമാധാനം ഉണ്ട്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം. റോമർ 5:1. വിശ്വാസികൾ ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. ന്യായപ്രമാണ സംബന്ധമായി നാം മരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന്. റോമർ 4:7. ന്യായപ്രമാണത്തിന് പാപത്തെ ജയിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ജഡത്താലുള്ള ബലഹീനത നിമിത്തം. റോമർ 8:3. ദൈവത്തിന്റെ മക്കൾ എന്ന് എണ്ണുന്നതാര്? വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ. റോമർ 9:8. വായ് കൊണ്ട് എന്താണ് ഏറ്റുപറയേണ്ടത്? രക്ഷയ്ക്കായി ഏറ്റുപറയണം. റോമർ 10:10. ഇസ്രായേൽ ജനത്തിന്റെ ലംഘനം ഹേതുവായി ജാതികൾക്ക് എന്തു വന്നു? രക്ഷ വന്നു. റോമർ 11:11. നന്മ ചെയ്യുന്നവന് അധികാരസ്ഥനിൽ നിന്ന് എന്ത് ലഭിക്കും? പുകഴ്ച ലഭിക്കും. റോമർ 13:3. എന്തിനായാണ് ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്? മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിന്. റോമർ 14:9. പൗലോസിന്റെ സമാപന വന്ദനം എങ്ങനെയായിരുന്നു? സമാധാനത്തിന്റെ ദൈവം നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. റോമർ 15:32. യേശു ആരോടാണ് എഫഥാ, തുറന്നു വരിക എന്ന് പറഞ്ഞത്? ഗലീല കടപ്പുറത്ത് അവന്റെ അടുക്കൽ കൊണ്ടുവന്ന വിക്കനായ ചെകിടനോട്. മർക്കോസ് 7:34. ആദാം മുതൽ ഏഴാമനായി എന്ന് വിശേഷിപ്പിക്കുന്നതാരെ? ഹാനോക്ക്. യൂദ 9:16. മിഖായേൽ, മോശ, കയീൻ, ബാലാം, കോരഹ്, ആദാം, ഹാനോക്ക് ഇവരെക്കുറിച്ചെല്ലാം പരാമർശിക്കുന്ന ലേഖനം ഏത്? യൂദ 1:9, 11, 14. യേശുവിന്റെ വംശാവലിയിൽ പരാമർശിക്കുന്ന സ്ത്രീരത്നങ്ങൾ ആരല്ല? താമാർ, രാഹാബ്, രൂത്ത്, ബത്ശേബ, മറിയ. മത്തായി 1:3, 5, 6, 18. സ്ത്രീജന വികസന സമിതി ആരംഭിച്ചതെന്ന്? 1963. സേവികാ സംഘത്തിന് എത്ര ശാഖകളുണ്ട്? 1014. സേവികാ സംഘത്തിന് എത്ര വേലസ്ഥലങ്ങളുണ്ട്? 14 വേലസ്ഥലങ്ങൾ. കാണ്ടമ വർഗീസിന് ശേഷം നിയമിതയായ സഞ്ചാര സെക്രട്ടറി ആരായിരുന്നു? PT ഏലിയാമ്മ ജേക്കബ്.
തിലന്തൂരിൽ ശാന്തി ആശ്രമം രൂപം കൊണ്ടത് ആരുടെ ദീർഘവീക്ഷണം ആണ്? റൈറ്റ് റവറൻ മാത്യൂസ് മാർ അത്തനാസ്യോസ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.